നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ മലയാളത്തിലെ മാധ്യമങ്ങളൊക്കെ ഒരു രാജകുമാരനായി വാഴ്ത്തുന്ന രീതിയിലാണ് ഇന്ന് വാർത്തകളെല്ലാം വന്നത്. പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങളടക്കം ദേശീയ മാധ്യമങ്ങളിൽ രാഹുലിനെ പൊളിച്ചടുക്കുകയും ചെയ്യുന്നു. സാർ എങ്ങനെയൊന്ന് വിലയിരുത്തുക? ഞാൻ രാവിലെ മലയാള മനോരമ വായിച്ചു, അത് കഴിഞ്ഞ് ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചു. ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസിന് രണ്ടാണ്. ഇവിടെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നതാണ്. ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ് അത്യാവശ്യം കോൺഗ്രസിനോട് ചാഞ്ഞു നിൽക്കുന്നതാണ്. പിന്നെ ഇന്ത്യ ടുഡേയും വായിച്ചു. ഇന്ത്യ ടുഡേയും BJP വിരുദ്ധ മാധ്യമമാണല്ലോ. പക്ഷേ ഈ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസും ഇന്ത്യ ടുഡേയും രാഹുൽ ഗാന്ധി ശരിക്കും പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃഷ്ടി ജെയിൻ, അഭിമന്യു ഹസാരിക, ധാമിനി നാഥ് 3 ലേഖകന്മാരെ. ഇതെന്താ പ്രശ്നം എന്നറിയോ? രാഹുൽ ഗാന്ധി ഒരു പാതിരയ്ക്കൊക്കെ പത്രസമ്മേളനം നടത്തിയാൽ മതിയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഹരിയാനയ്ക്ക് വലിയ ദൂരമില്ല, വളരെ വേഗം എത്താവുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഇയാൾ ഉച്ചയ്ക്കാണ് പത്രസമ്മേളനം നടത്തിയത്. പൊളിക്കാനായിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. പാതിരയ്ക്കാണെങ്കിൽ പിന്നെ പത്രപ്രവർത്തകർ ഉറങ്ങാൻ പോകുമായിരുന്നല്ലോ. അപ്പോൾ ഇത് വേഗം പൊളിഞ്ഞു പോയി. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി 66 പേരുടെ ഒരേ വിലാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 66 പേര്. പിന്നെ 501 പേര് ഇല്ലേ ഒരേ സ്ഥലത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 501 എന്ന് പറയുന്നത് വലിയ ഏക്കർ സ്ഥലം കൃഷിയുടെ ഒക്കെ ആയിരുന്നതേ വിറ്റിട്ട് ചെറിയ പ്ലോട്ടുകളായതാണ്. അത് BLO ഒരൊറ്റ നമ്പർ ആണ് ആ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്നത്. മറ്റേ 66 എന്ന് പറയുന്നത് 4 സഹോദരന്മാർ 80 കൊല്ലം മുമ്പ് ഇവിടെ എത്തിയിട്ട് അവർ വിവാഹമൊക്കെ ചെയ്ത് ഈ കൂട്ടുകുടുംബം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പല വീടുകൾ ആ സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ ഒരേ കുടുംബത്തിൽപ്പെട്ടവർ 4 സഹോദരന്മാരുടെ മക്കളുടെ മക്കൾ അങ്ങനെ ശാഖകളൊക്കെ ആയിട്ട് വളർന്ന 66 കുടുംബങ്ങളാണ്, 66 പേരാണത് ഈ അയാൾ പറയുന്ന മറ്റേ കേസ്. അപ്പോൾ പിന്നെ ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ഒരു ചിത്രമില്ലേ, അതിന് ഉദാഹരണമായിട്ട് ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസും പറയുന്ന ഇവർ ആ കൂട്ടത്തിൽ 4 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 4 സ്ത്രീകളെ. ഈ ചിത്രം വന്നത് വേറെ സ്ത്രീകളുടെ ചിത്രത്തിന് പകരം ഒരു സ്റ്റോക്ക് ഫോട്ടോ വെച്ചിരിക്കുകയാണ്. ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രത്തിനെ പറ്റി ഞാൻ വേറെ സംസാരിക്കാം, നമുക്ക് വേറൊരു ചർച്ച നടത്താം. നമ്മൾ സാധാരണ വാർത്തകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചിത്രം നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഫോട്ടോയുടെ സൈറ്റിലൊക്കെ പോയിട്ട് ഏതെങ്കിലും ഒരു ഇപ്പൊ സൗന്ദര്യവർദ്ധക വസ്തുക്കളെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ന്യൂസ് എങ്കിൽ ഒരു സുന്ദരിയുടെ ചിത്രം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കുമല്ലോ. അപ്പൊ അതിന് സ്റ്റോക്ക് ഫോട്ടോ എന്നാ പറയുക. ചിലത് ഫ്രീ, റോയൽറ്റി ഫ്രീ കിട്ടും, പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട സൈറ്റുകളും ഉണ്ട്. ഇത് റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഫോട്ടോ. അതായത് ഉദാഹരണത്തിന് പിങ്കി ജുഗീന്ദർ കൗശിക് എന്ന് പറഞ്ഞൊരു സ്ത്രീ, അവരെ കണ്ടു ഇവർ 2 പേരും, ഇന്ത്യൻ എക്സ്പ്രസും ഇന്ത്യ ടുഡേയും. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ വോട്ടർ സ്ലിപ്പും ആധാർ കാർഡും വെച്ചാണ് വോട്ട് ചെയ്തത്. ഈ വോട്ടർ ID എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, അവർക്ക് കിട്ടിയ വോട്ടർ കാർഡില്ലേ, ഐഡന്റിറ്റി കാർഡ്, അതിൽ അയൽവക്കത്തെ ഗ്രാമത്തിലെ ഒരു സ്ത്രീയുടെ പടമായിരുന്നു ഇവരുടെ ചിത്രത്തിന് പകരം. അപ്പൊ ഇത് മാറ്റിയെടുക്കാനുള്ള അപേക്ഷയൊക്കെ കൊടുത്തിരിക്കുകയാണ് അവര്. അപ്പൊ മാറ്റണമല്ലോ. അപ്പൊ അവരുടെ സ്ഥാനത്ത് ഈ സ്റ്റോക്ക് ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത് ഈ ബ്രസീൽ. അങ്ങനെ 22 എണ്ണത്തിൽ ഈ തെറ്റായ ചിത്രം ഏതെങ്കിലും തരത്തില് വേറെ സ്ത്രീയുടെ ചിത്രം അടിച്ചു പോയതോ അങ്ങനെയൊക്കെ വരുമല്ലോ, മാറിപ്പോകുന്നു എന്ന് പറയുന്നത്. അവിടെ ഒരു സ്റ്റോക്ക് ഫോട്ടോ വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLO അല്ലെങ്കിൽ ശരിയായ ഫോട്ടോ ശേഖരിച്ചിട്ടുണ്ടാവില്ല. ഈ ഗ്രാമത്തിൽ BLOയെ കണ്ടിട്ടുണ്ട്. ഇന്ത്യ ടുഡേ BLOയോട് സംസാരിച്ചു. 3 ചിത്രം ഇങ്ങനെ വേറെ ഈ സ്റ്റോക്ക് ഫോട്ടോ മോഡലിന്റെ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു എന്ന് ആ BLOയും പറഞ്ഞു. ഈ ചിത്രത്തിന്റെ കാര്യത്തിൽ പ്രശ്നം വന്നത് അതാണ്. അത് സംബന്ധിച്ച് ഇനി ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഹോദൽ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് ഒരേ പ്ലോട്ടിൽ പല വീടുകളുള്ളത്. അതുകൊണ്ട് ഒരേ വിലാസം. ഇത് റായ് എന്ന് പറഞ്ഞ മണ്ഡലത്തിനെ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺഗ്രസ് തോറ്റുപോയത്. ആ റായില് ആണ് ഈ ബ്രസീലിയൻ ചിത്രങ്ങൾ കാണുന്നത്.
22 അടുത്ത്. അത് വോട്ടർ പട്ടികയിൽ ഒരു ബ്രസീൽ മോഡലിന്റെ ചിത്രമാണെങ്കിലും യഥാർത്ഥ വോട്ടർമാർ വേറെ. ആ വോട്ടർമാരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുമുണ്ട്. ആ ഭാഗം ക്ലീൻ ആണല്ലോ. പിന്നെ പാൽവാൽ ജില്ലയിലാണ് ഹോദൽ എന്ന് പറഞ്ഞ സ്ഥലം. ആ ഹോദലിലാണ് ഒരേ വിലാസത്തിൽ 66 പേർ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 501 വേറെ. ആ കേസ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ സോണിപ്പത്തിലാണ് ഈ റായ് എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസി, നിയമസഭാ മണ്ഡലം. അവിടെയാണ് ഈ സ്റ്റോക്ക് ഫോട്ടോ ബ്രസീലിന്റെ മോഡൽ റായ് മണ്ഡലത്തിലാണ് വെച്ചിരിക്കുന്നത് 22 തവണ 10 ബൂത്തുകളിൽ. അല്ലാതെ ഒരേ സ്ത്രീ പോയി 10 ബൂത്തിൽ 22 സ്ഥലത്ത് വോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാല് നടക്കുന്ന കാര്യമല്ല. കേട്ടാൽ തന്നെ അബദ്ധവും പോഴത്താണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എത്ര മണിക്കൂർ വേണമല്ലേ ഒന്ന് ക്യൂ നിന്നിട്ട് വേണ്ടേ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട്, എത്ര സമയം പിടിക്കും? അതെ, പൊട്ടത്തരാണെന്ന് അതേ അറിയാം. അപ്പൊ സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിമല എന്നൊക്കെ. ഇതിൽ സ്വീറ്റി എന്ന് പറഞ്ഞ സ്ത്രീയെ ഇവർ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പോയി കണ്ടു, ഉള്ളതാ. ഈ പേരുകളിലൊക്കെ വോട്ടർമാരുണ്ട്. അവരുടെ പടത്തിന് പകരം വെച്ചത് വോട്ടർ പട്ടികയിൽ സ്റ്റോക്ക് ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വോട്ടർമാർ യഥാർത്ഥത്തിൽ ഉള്ളതാണ്. ആ വോട്ടർമാരുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഈ 2 പോയിട്ടുണ്ട്. ഹോദലില് 2 വിലാസവും വലിയ പ്ലോട്ടുകളാണ്. ഈ ഹോദലിൽ ഈ പറഞ്ഞ 2, അതായത് 501-ൻ്റെയും 66-ൻ്റെയും വലിയ ഭൂമിയും ഒരുപാട് വീടുകളുമുള്ള സ്ഥലമാണത്. ധാരാളം വീടുകളും കുടുംബങ്ങളും. അവരെല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. റായിയിൽ ബ്രസീൽ മോഡലിന്റെ പടമുള്ള 4 പേരെ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു. അവരൊക്കെ പ്രശ്നമില്ലാതെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈ പത്രസമ്മേളനം നടത്തുന്നത് വരെ പ്രശ്നം എന്തെങ്കിലും ഉള്ളതായിട്ട് അവർക്ക് അറിയേയില്ല. കാരണം ഒരു സ്റ്റോക്ക് ഫോട്ടോ വെച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ ആധാർ കാർഡും വോട്ടർ സ്ലിപ്പും ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചാണ് അവർ വോട്ട് ചെയ്തത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതാണ്: ഹോദലിൽ 66 വോട്ടർമാർ BJP ജില്ലാ പരിഷത്ത് വൈസ് ചെയർപേഴ്സന്റെ വീട്ടിലാണ്. അപ്പൊ BJP ആംഗിളും കൊണ്ടുവന്നല്ലോ രാഹുൽ ഗാന്ധി. 501 വോട്ടർമാര് കാണാനാകാത്തൊരു വീട്ടിലാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കാണാനാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കണം. ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു, കാണാനാകാത്ത വീടല്ല 501. അപ്പോൾ ഈ ജില്ലാ പരിഷത്ത് വൈസ് ചെയർപേഴ്സൺ അതാണല്ലോ BJPയുടെ. ഹോദൂലിലെ ഗുദ്രാന ഗ്രാമത്തിൽ ഹൗസ് നമ്പർ 150, വീട്ട് നമ്പർ 150, അതാണ് ഈ 66 പേരുടെ വീട്ട് നമ്പർ ആയിട്ട് വിലാസം വരുന്നത്. അവിടെ ഇന്ത്യൻ എക്സ്പ്രസ് പോയി. അത് BJPയുടെ ജില്ലാ പരിഷത്ത് വൈസ് ചെയർപേഴ്സൺ ഉമേഷ് ഗുദ്രാനയുടെ വീടാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ കുടുംബം. 40 വയസ്സാണ് ആൾക്ക്. അദ്ദേഹത്തിൻ്റെ വളരെ കൂട്ടുകുടുംബം. നേരത്തെ പറഞ്ഞില്ലേ 66 വോട്ടർമാരുണ്ട് അവിടെ, പല വീടുകളും ഉണ്ട്. അപ്പോൾ ഈ ഉമേഷ് ഗുദ്രാനയുടെ അമ്മാവൻ രാജ്പാൽ ഗുദ്രാന 60 വയസ്സ്. അയാളുടെ സഹോദരന്മാര് ഈ രാഹുൽ പറഞ്ഞൊക്കെ ബന്ധുക്കളാ, ഒരേ പ്ലോട്ടിലാണ് വീട് വെച്ചിരിക്കുന്നത് എല്ലാവരും. അപ്പൊ ഈ രാജ്പാലിനെ കണ്ടു, അമ്മാവൻ രാജ്പാലിനെ ഇന്ത്യൻ എക്സ്പ്രസ് കണ്ടു. രാജ്പാൽ പറഞ്ഞു രാജ്പാലിന്റെ അച്ഛനും 3 സഹോദരന്മാരും സിഹ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് ഈ ഗുദ്രാന എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് വന്നു. അതാ പേരിന്റെ കൂടെ ഗുദ്രാന എന്ന് കിടക്കുന്നത്. വന്നു 80 വർഷം മുമ്പ്. എന്നിട്ട് അവർ വിവാഹം ചെയ്ത് പല കുടുംബങ്ങൾ. 10 ഏക്കർ വസ്തു ആണ് ഉണ്ടായിരുന്നത്, കൃഷിയിടം. അന്ന് 5 ഏക്കറിൽ താമസിച്ചു അവര്. ബാക്കി 5 ഏക്കറിൽ കൃഷി നടത്തിക്കൊണ്ടിരുന്നു. 1986 പണിതാണ് പ്രധാനപ്പെട്ട വീട്. അതിൻ്റെ നമ്പർ 150, ഒരേ നമ്പർ എല്ലാവർക്കും. 4 തലമുറയുണ്ട്. ഇതിൻ്റെ അകത്ത് വോട്ട് കൊള്ളയൊന്നുമില്ല എന്നീ രാജ്പാൽ അമ്മാവൻ പറഞ്ഞു. അയാളുടെ ID 2009 കിട്ടിയതാണ്, വോട്ടർ കാർഡ്. BLO എല്ലാ വീടുകൾക്കും 150 എന്നാണ്
നമ്പർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ പ്രശ്നം തീർന്നല്ലോ. അതെ. 501 പേരുണ്ടെന്ന് രാഹുൽ പറഞ്ഞ വീടിൻ്റെ നമ്പർ 265. ഇന്ത്യൻ എക്സ്പ്രസ് അവിടെ പോയി. രാഹുൽ ഗാന്ധി ഒരിടത്തും പോയില്ലല്ലോ. ഇല്ല. ഏതെങ്കിലും KC വേണുഗോപാലിനെ വിടാമായിരുന്നില്ലേ? അതെ. അപ്പോൾ വിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് അവിടെ പോയി. കിഷ്ണി 72 വയസ്സുള്ള ആള്. ആ കിഷ്ണിയുടെ കുടുംബത്തിൽ 8 വോട്ടർമാർ. അവരുടെ ഭർത്താവ് റാം സൊറോത്ത്. മുത്തച്ഛന് സൊറോത്ത് പറഞ്ഞു മുത്തച്ഛന് 25-30 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ പ്ലോട്ടാക്കി പലർക്കായിട്ട് വിറ്റു. അപ്പോൾ 200 വീടുകളുണ്ട്. അങ്ങനെ 10-30 ഏക്കർ വിറ്റില്ലേ? 200 വീടുകളുണ്ട്. 3 സ്വകാര്യ സ്കൂളുകളുണ്ട്. ഇങ്ങനെ വിറ്റ പ്ലോട്ടുകളിൽ എല്ലാവർക്കും നമ്പർ 265. സർവേ നമ്പർ ഇത്ര എന്ന് പറയില്ലേ? നമ്മൾ ഒരു സർവേ നമ്പർ ഉണ്ടാവില്ലേ? ഒരേ നമ്പർ ഇവിടെ 265. 1980 മുമ്പ് മൊത്തം കൃഷി ചെയ്യായിരുന്നു ഈ സ്ഥലത്തൊക്കെ. കുടുംബം വളർന്നു കഴിഞ്ഞപ്പോൾ പല വീടുകളുണ്ടായി. 6 തലമുറയുണ്ട് ഇപ്പോൾ. സ്ഥലങ്ങൾ വാങ്ങിയവര് ധാരാളം ഉണ്ട്. 2013 വാങ്ങിയ ഈ സ്ഥലം വാങ്ങിയ ശ്യാമവതി സിംഗ് 46 വയസ്സ്. അവരെ കണ്ടു ഇന്ത്യൻ എക്സ്പ്രസ്. നമ്മൾ കാര്യങ്ങൾ തെളിയിക്കാൻ ഓരോ ആളുകളെങ്കിലും കാണണ്ടേ? ശ്യാമവതി സിംഗിനെ കണ്ടു. അവര് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ വാങ്ങിച്ച സ്ഥലം വാങ്ങിച്ച് താമസിക്കുകയാണ് എന്ന്. ഇവിടെ 2595 വോട്ടിനാണ് കോൺഗ്രസ് തോറ്റിരിക്കുന്നത്. പിന്നെ റായ് മണ്ഡലത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് പോയി ബ്രസീലിന്റെ ചിത്രമുള്ള ആ ബ്രസീൽ മോഡലിന്റെ ചിത്രം വെച്ചിരിക്കുന്ന 3 പേരെ കണ്ടു. 4ാമത്തെ ആളെ ഫോണിൽ വിളിച്ചു ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകന്മാര്. ആ ഫോണിൽ വിളിച്ച ആളാണ് സ്വീറ്റി. രാഹുൽ ഗാന്ധി പറഞ്ഞ 2012 വോട്ടർ കാർഡാണ് സ്വീറ്റിക്കുള്ളത്. അവിടെ നിന്ന് 100 മീറ്റർ മാറിയാൽ മഞ്ജീത്തിന്റെ വീട്. അതാണ് പിന്നെ ബ്രസീൽ മോഡലിന്റെ പടമുള്ള വേറൊരാള്. സെക്ടർ 35 വീട്. ദർശന ജൂലിന്റെ വീട് 54 വയസ്സ്. അവരുടെ മകൾ ഹർഷ 24 വയസ്സ്. 2019 ID. അപ്പൊ 2 പേരും കൂടിയായി. ഇവര് കണ്ടത് 2 പേര് ബ്രസീൽ മോഡലിന്റെ ചിത്രം വെച്ചിരിക്കുന്നത്. അത് എന്തോ കാരണവശാൽ PLO ഇവരുടെ ചിത്രം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ വേറെ ചിത്രമാണ് ഇവരുടെ ID കാർഡിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ പരാതി വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റോക്ക് ചിത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ PLO. അതാണ് ഈ ബ്രസീൽ മോഡലിന്റെ ചിത്രം വന്നിരിക്കുന്നത്. അപ്പോൾ വോട്ടർ പട്ടിക ഈ ബ്രസീൽ മോഡലിന്റെ ഇവരിൽ ഒരാളെ കാണിച്ചു ഇന്ത്യൻ എക്സ്പ്രസ്. നിങ്ങളുടെ ചിത്രത്തിന് പകരം എൻ്റെ വോട്ടർ പട്ടികയിൽ ഇതാണല്ലോ. അതാണ് പിങ്കി എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പിങ്കി ജുഗീന്ദർ കൗശിക്. അവരെയാണ് കാണിച്ചത്. അവരുടെ ചിത്രം നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാം, പിങ്കിയുടെ ഈ മോഡലിൻ്റെ. അപ്പോൾ അവർ പറഞ്ഞു പിങ്കിയുടെ കാര്യം എന്താ അറിയാമോ? അവരുടെ ഐഡൻറ്റിറ്റി കാർഡിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്ന് വിവാഹം ചെയ്ത് 2016 ഇവർ ഇവിടെ എത്തിയതാണ്. അപ്പോൾ അവരുടെ ID കിട്ടിയപ്പോൾ അയൽവക്കത്തെ ഗ്രാമത്തിലെ ഒരു സ്ത്രീയുടെ ചിത്രമാണ് ഇവർക്ക് പകരം അതിലുള്ളത്. അപ്പോൾ ഇവര് പുതിയ കാർഡിനെ അപേക്ഷിച്ചു. ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു. പുതിയ കാർഡിന് കാക്കുകയാണ്, വന്നിട്ടില്ല. പരാതി ഉണ്ടല്ലോ ഇവരുടെ ചിത്രമല്ലെന്ന്. അവിടെയാണ് ഈ വോട്ടർ പട്ടികയിൽ ഈ ചിത്രം വെച്ചിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയ് ഭഗവാൻ അവിടെ 1467 വോട്ടിനാണ് തോറ്റത്. എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ടിനാണ് 2 സ്ഥലത്തും തോറ്റിരിക്കുന്നത്. അതിൻ്റെ സങ്കടമൊക്കെ അവർക്ക് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാകാം. അതിൻ്റെ അകത്തൊന്നും വലിയ തെറ്റില്ല. അപ്പോൾ ഇവര് ഈ പിങ്കിയുടെ വേറൊരു സ്ത്രീയുടെ പേരിൽ ആണെന്ന് പറഞ്ഞില്ലേ, അത് മനീഷ് ദേവി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് വലിയ ബോംബ് പോലെ, ഹൈഡ്രജൻ ബോംബ് പോലെ പൊട്ടിച്ചത് ഒരു കുമ്പള പോലെ അങ്ങ് പൊട്ടിപ്പോയി എന്നല്ലേ എൻ്റെ അർത്ഥം? അത് തന്നെ. രാഹുൽ ഗാന്ധി അല്ല, ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ പറ്റി ഈ പൊട്ടന് വല്ല ധാരണയുണ്ടോ?
അപ്പോൾ കൂടെ നിൽക്കുന്നവർ എന്തോ പറഞ്ഞു കൊടുക്കുന്നു, എഴുതി കൊടുക്കുന്നു, അത് അതുപോലെ പ്രസന്റ് ചെയ്യുന്നു. ഞാൻ അങ്ങനെയാണ്. ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞിരുന്നു, ഇയാൾ പാതാളത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ഇയാൾ കൂടെ കൊണ്ടു നടക്കുന്നത്. ഇയാൾ തോളിൽ കൈയിട്ട് രണ്ടു വശത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, ഉണ്ട്. അവരാണ് ഇയാളുടെ ശത്രുക്കൾ. ഇത് ഇയാളുടെ കുടുംബത്തിൽ നമുക്ക് പരിചയമുണ്ടല്ലോ. ആ. ഇന്ദിരാഗാന്ധി അംഗരക്ഷകരായിട്ട് കൊണ്ടുവരുന്ന ആളല്ലേ, വെടിവെച്ച്. ആളുകളല്ലേ അവരെ വെടിവെച്ച് കൊന്നത്. അതെ. അതല്ലേ ചോര, പൈതൃകം എന്ന് പറയുന്നത്. ഉം. ഇവര് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും ഒക്കെ നടത്തി കഴിഞ്ഞിട്ടും ഉം. എന്തോ ധീരത പോലെയാണ് സിഖുകാരായ അംഗരക്ഷകരെ കൂടെ നടന്നത്. അതെ. പോഴത്തമല്ലേ അതെ. അല്ലേ? അതെ. പോഴത്തം കുടുംബ പൈതൃകം ആയി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോ രായ്ക്ക് രാമാനം ഉം. രാഹുൽ ഗാന്ധി പൊളിഞ്ഞ് പാളീസായി പോകും. പണ്ട് ഈ യക്ഷികളൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോ എല്ലും നഖവും മാത്രമേ ബാക്കിയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.